എനിക്കൊരു 50 രൂപ വന്നു കയ്യിലിട്ടാ. അപ്പം ഞാൻ അയ്യോ വേണ്ട വേണ്ട. അപ്പം അല്ല മോനെ അറിയാലോ, ഇത് 50 രൂപയായിട്ട് കാണണ്ട, ഇത് പൈസയായിട്ടും കാണണ്ട, എൻ്റെ ഒന്നും ഇല്ല തരാൻ, വേറെ എന്തെങ്കിലും ഒന്ന് തരണമെന്നേ ഉള്ളൂ. ഇപ്പൊ കയ്യിലുള്ളത് ഇതായത് കൊണ്ടാണ് ഇത് തരുന്നത്. എന്നോടുള്ള ഇഷ്ടമാണ് ആളുകൾക്ക് ഈ കയ്യടിയായിട്ട് വരുന്നത്. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാ തെളിമാനം പൂത്ത നിശീതിനിയിൽ. ഹായ്, വെൽക്കം ടു MC ഡിജിറ്റൽ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സ്റ്റാർ സിംഗർ കണ്ടസ്റ്റന്റ് ശ്രീരാഗ് ഭരതനാണ് ടോക്ക് ഫ്രെയിമിൽ വിശേഷങ്ങളുമായി. ഹലോ, നമസ്കാരം ശ്രീരാഗ്, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയാണ് ബ്രദർ പുതിയ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഇങ്ങനെ കുറച്ച് ഷോസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അറിയാപ്പോ നല്ല തിരക്കിലാണ് എന്നുള്ളത്. പിന്നെ ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കുകയല്ല, പഠിക്കാൻ. പഠിക്കുന്നുണ്ട് ഇപ്പോഴും. എന്ത് കർണാടക അല്ലേ? കർണാടക എല്ലാം കുറച്ച് പിയാനോ ക്ലാസ്സും അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. ഹിന്ദുസ്ഥാനിയിലോട്ട് മാറ്റം വന്നിട്ടൊന്നുമില്ല അല്ലേ? അല്ല, പഠിച്ചത് കർണാടക ആണല്ലോ അല്ലേ? അതെ. ഞാൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞപ്പോ അതിന്റെ പകുതി ബ്രേക്ക് എടുത്തിട്ട് ഹിന്ദുസ്ഥാനി എന്തോന്നുള്ളു. ഇല്ല, ഇപ്പൊ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായല്ലോ അല്ലേ? 2 വർഷം ആയിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഫിനാലെ. ഒക്ടോബർ 20 തോന്നുന്നു. 1 വർഷം. 1 വർഷം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി? ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ജേണി എന്ന് പറയാൻ അല്ല, എന്ത് ഇപ്പൊ കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് പാടാനൊക്കെ അല്ലായിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ എന്നും പാടുകയാണല്ലോ, അതിൻ്റെതായൊരു സീരിയസ്നെസ്സോടുകൂടി പാടുന്നതുകൊണ്ട് അതിൻ്റെതായൊരു മാറ്റം. ഇപ്പൊ ഈ സ്റ്റാർ സിംഗറിലേക്ക് വരാനുള്ള ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? സ്റ്റാർ സിംഗറിലേക്ക് വരാൻ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ വെറുതെ ഗിറ്റാർ വെച്ച് ഇങ്ങനെ പാടിയിടുമായിരുന്നു. അത് കണ്ടിട്ട് മിഥുൻ ചേട്ടൻ ഇങ്ങനെ ഓഡീഷന് പങ്കെടുക്കാൻ പറഞ്ഞത്. ഞാൻ ആദ്യം ഞാനിങ്ങനെ എനിക്ക് മൊത്തത്തിലൊരു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല റിയാലിറ്റി ഷോ വരണമെന്ന്. അപ്പോൾ പോയി. അങ്ങനെയാണ് ഓഡീഷൻ. ഫസ്റ്റ് പാടിയ പാട്ട് ഏതായിരുന്നു അവിടെ? പക്ഷെ അത് ഓർമ്മയില്ല. അങ്ങനെ സംസാരിച്ച് പാടിപ്പിച്ച് അങ്ങനെ. പണ്ടൊക്കെ സ്റ്റാർ സിംഗേഴ്സ് ഒക്കെ പറയുമ്പോൾ കാസറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലൊക്കെ ആയിരുന്നു ഫസ്റ്റ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ മീഡിയ അതിന് അല്ല, ഇപ്പൊ നമ്മുടെ അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് അതിന്റെ ഒരു പ്രോസസ്സ്. മെയിൽ ചെയ്ത് കൊടുക്കുക വീഡിയോ, അതാണ്. കൂടാതെ ഒരു കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴും മെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ. ഉണ്ട്. കാരണം ഇപ്പൊ എല്ലാവരെയും സോഷ്യൽ മീഡിയ എടുക്കാൻ പറ്റില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ അവർ കാണുകയാണെങ്കിൽ ഓഡീഷന് വിളിക്കും. അതായത് ജസ്റ്റ് പറയും ഓഡീഷന് പങ്കെടുക്കാം എന്നുള്ളത്. ഓഡീഷൻ ത്രൂ തന്നെയാണ് ആ പ്രോസസ്സ് പോകുന്നത്. പക്ഷെ അപ്പൊ ആദ്യം നമ്മള് സോങ്സ് മെയിൽ ചെയ്ത് കൊടുത്തിട്ട് അതിന്നാണ് സെലക്ഷൻ വരുന്നത്. അത് അങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ. അതല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ എന്നെ കണ്ടല്ലോ, ഫേസ്ബുക്കിൽ ഞാൻ പാടുന്ന വീഡിയോ കണ്ടു, അപ്പൊ വരും എന്ന് പറയുമ്പോ പിന്നെ ഞാൻ മെയിൽ ചെയ്ത് കൊടുക്കണ്ട. അത് കണ്ടിട്ടാണല്ലോ ഓൾറെഡി വിളിക്കുന്നത്. അങ്ങനെ നമ്മള് എന്താന്ന് അവർക്ക് അറിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ശ്രീരാഗന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാട്ടുകാരൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ആരാണ് വീട്ടിലാദ്യം കണ്ടുപിടിച്ചത്? അങ്ങനെ ആരും അങ്ങനെ കണ്ടുപിടിച്ചൊന്നുമില്ല. പാടുന്നു അല്ല, മീൻസ് അമ്മയും അച്ഛനും പാട്ട് പാടുന്ന ആൾക്കാരല്ലേ? അല്ല, അമ്മ അങ്ങനെ പാടും. അമ്മ പാടുന്നു മാത്രം. പാട്ട് പാടുന്ന ആളുകളൊന്നും അങ്ങനെ പാടിക്കും. അല്ല, അപ്പം എത്ര വയസ്സിലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? മോനെ പാട്ട് പഠിപ്പിക്കണം എന്നുള്ളൊരു തോന്നല് വരുന്നത് 4ാം ക്ലാസ് തൊട്ടാണ്. ഫസ്റ്റ് 4ാം ക്ലാസ് തൊട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾസിലൊക്കെ പാടി തുടങ്ങി. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാടാൻ പോയി. കോളേജിലും നല്ല കോളേജിൽ കുറവായിരുന്നു പാട്ട്. കോളേജ് വഴിയുള്ള പാട്ട് കുറവായിരുന്നു മാത്രം. പാട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ആൽബം സോങ്സ് ഒക്കെ ഒന്നും കോളേജ് സമയത്തൊക്കെ എന്തെങ്കിലും ആൽബം സോങ്സിലൊക്കെ പാടിയിരുന്നോ? ഡിവോഷണൽ ആൽബംസ് അങ്ങനത്തെ എന്തെങ്കിലും? ഡിവോഷണൽ ഇല്ല. കോളേജ് നമുക്ക് ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജിൽ ബാൻഡ് ഉണ്ടായിരുന്നു? നിങ്ങളുടെ സ്വന്തം കോളേജ് ബാൻഡ് അല്ല, ഞങ്ങളുടെ അല്ലാതെ ഉള്ള ബാൻഡ്. അവർ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. കോളേജിൽ 2 പേരുണ്ടായിരുന്നു ബാൻഡിലുള്ള.
അങ്ങനെ അപ്പം നമ്മൾ ബാൻഡിൻ്റെതായ കവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അന്നേ മുതലേ കോളേജിൽ നിന്നും ബാൻഡ് ത്രൂ കവർ സോങ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില്? ഇൻസ്റ്റ നല്ല യൂട്യൂബ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ. ഇനിയപ്പോ ഈ അടുത്തൊരു ഇപ്പം ബാൻഡ് മറ്റേ കവർ സോങ് എന്ന് പറഞ്ഞപ്പോൾ കരിമുകിൽ കാട്ടിലെ അതൊരിപ്പോ ചെറിയൊരു ഇന്റിമേറ്റ് പരിപാടിയായിരുന്നു. അത് പുതിയ ബാൻഡിന്റെ എന്തെങ്കിലും ആയിരുന്നോ? പുതിയ ബാൻഡല്ല, നിങ്ങളുടെ ബാൻഡിന്റെ പേരാണോ ഗാനഗന്ധർവം? ഗന്ധർവാസ്. അത് നിങ്ങളുടെ കോളേജിലുള്ളപ്പോഴുള്ള ബാൻഡാണത്? കോളേജിലുള്ളപ്പോഴല്ല, അതിന് മുന്നേ ഉള്ളതാണ്. അതിൽ രണ്ടുപേരും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിൽ. അപ്പൊ അതിന്റെയാണ് ഇപ്പം ഈ കരിമുകിൽ എന്നുള്ള പാട്ടിന്റെ കവർ സോങ് വന്നത്? അത് കവർ സോങ് അല്ല, അത് നടന്നൊരു പരിപാടിയാണ്. അതിന്റെ വീഡിയോ അവര് എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടതാണ്. അപ്പൊ കൂടുതലും പഴയ പാട്ടുകളോടാണോ താല്പര്യം? പഴയ പാട്ടുകൾ കേൾക്കാനാണോ ഇഷ്ടം? കൂടുതലും കേൾക്കുന്നത് പഴയ പാട്ടാണ്. അല്ല അങ്ങനെയല്ല, മെലഡിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് തോന്നുന്നു. കാരണം മോന്റെ സൗണ്ടും ആ മെലഡിയും തമ്മിൽ ഭയങ്കരമായിട്ട് സിങ്ക് ആയി പോണ ഒരു, അല്ല ഓഫ് കോഴ്സ് എല്ലാ പാട്ടുകളുടെയും സൗണ്ട് സെയിം ആണ്, പക്ഷെ മെലഡി പാടുമ്പോ കുറച്ചും കൂടെ ഒരു അങ്ങനെ ഇഷ്ടം അതിനോടൊന്നുമില്ല, പക്ഷെ പാടാൻ ഉള്ളത് അതിലാണല്ലോ. എനിക്ക് തോന്നുന്നു ശ്രീരാഗ് പാടുന്ന ഏത് പാട്ടിലും ആ പാടുന്ന ആളുടെ നമുക്ക് അത് ശ്രീരാഗിനെ അല്ലാണ്ട് കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് ഒറിജിനലാണോ, ആ പാടിന്റെ ആളുടെ സെയിം ഒരു വോയിസ് അതിൽ വരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കാരണം എസ് പി സാറിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഇത് നമുക്ക് അല്ലാണ്ട് കേൾക്കുമ്പോൾ, പാടുന്ന വിഷ്വൽസ് അല്ലാണ്ട് കേൾക്കുമ്പോൾ എവിടെയോ ഒരു ടച്ച് ആ സൗണ്ടിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം MG സാറിന്റെ പാട്ട് പാടുമ്പോൾ എവിടെയെങ്കിലും ഒരു ടച്ച് അതിലുണ്ടാവും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു, അത് ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ നല്ലതല്ല. നമ്മുടെ ഓൺ ഐഡന്റിറ്റിനെ അത് ചെറുതായിട്ട് എനിക്കത് കേൾക്കാൻ ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാറില്ല. എന്തോ അങ്ങനെ ആയിപ്പോന്നു തോന്നുന്നു. അനുകരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ അങ്ങനെ ഇതുപോലെ ഉണ്ട് എന്നല്ലോ? അങ്ങനെ അനുകരണം ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോട്. അത് ഒരു ഈ രണ്ടുപേരുടെയാണ് പറയാറ്. നമ്മുടെ വോയിസ് ടെക്സ്ചറായിട്ട് സാമ്യമുള്ള രണ്ടുപേരാകുമ്പോൾ പാടുമ്പോ നമുക്ക് അങ്ങനെ തോന്നണതും ആയിരിക്കാം. പിന്നെ അവര് പാടിയ പാട്ടാണല്ലോ പാടുന്നത്. ഞാൻ എന്റെ ഒരു പാട്ട് പാടിയിട്ട് അത് MG സാറിന്റെ പോലെ പറയില്ലല്ലോ. അത് ഫുള്ളായിട്ടില്ല, എവിടേക്കോ ഒരു സാമ്യം അത്രേ ഉള്ളൂ. ചില സംഗതി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചില ഭാഗങ്ങള്, ചില മോഡുലേഷന്റെ ഭാഗങ്ങളോ എവിടെയെങ്കിലും അത് വരണതാണ്. അത് അനുകരണം എന്ന് പറയാൻ പറ്റൂല. ശരിയാണ്. ചിത്രചേച്ചിയുടെ അടുത്തുള്ളൊരു എനിക്ക് തോന്നുന്നു ചിത്രേച്ചി പറഞ്ഞൊരു കമന്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ശ്രീരാഗ് പാടുന്ന സമയത്ത് അല്ല തലോടി പാടുന്നതും അല്ലേ, അത് ചിത്രേച്ചിയുടെ ഒരു തട്ടി ഉറക്കണതും തലോടി ഉറക്കണം. മോൻ പാടുമ്പോ അത് തലോടി ഉറക്കണ പോലത്തെ ഒരു ഫീൽ ആണെന്നുള്ളത്. ചേച്ചിയുടെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓണത്തിന് ചേച്ചിയുടെ കൂടെയായിരുന്നു. മൂന്ന് പ്രോഗ്രാംസിന് ചേച്ചിയുടെ കൂടെ പാടി. അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എന്താ പറയാ, ചേച്ചി ഭയങ്കര തമാശ അല്ലെ, ഭയങ്കര ഒരു ഫാമിലി ആയിട്ടാണ്. എപ്പോഴും നമ്മള് ടിവിയിൽ കാണുന്ന പോലെ തന്നെയാണ്, ഭയങ്കര ചില്ലാണ്. ഇപ്പം സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഒരുപാട് ചെയ്ത് കാണുമല്ലോ ആഫ്റ്റർ ദ ഷോ? കുഴപ്പമില്ല, അത്യാവശ്യം. എവിടേക്കൊക്കെ പോയി ഇപ്പൊ? അബ്രോഡ് GCC കൺട്രീസ് ഫുള്ള് കവർ ചെയ്തു? ഫുൾ ഇല്ല, ഇനിയിപ്പോ ഖത്തറൊക്കെ പോകുന്നേ ഉള്ളൂ. ഖത്തർ ഞാൻ പോയിട്ടില്ല. പിന്നെ UK, അയർലൻഡ്, ഓസ്ട്രേലിയ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ട്രിപ്പ്? ആ ട്രിപ്പിൽ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള തമാശകള്? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടല്ലേ ഇപ്പൊ കണ്ടസ്റ്റൻസും കൂടിയല്ലേ പോയത്? അതോ എല്ലാരും ഉണ്ടായിരുന്നില്ല. UK-ലേക്കും അയർലൻഡിലേക്കും ഞാനും നന്ദിയായിരുന്നു. UK, അയർലൻഡും ഓസ്ട്രേലിയയും. അതെ, ഞങ്ങളാണ് അവിടെ പോയത്. പിന്നെ ഈ GCC-ലേക്ക് മിക്കവാറും എല്ലാവരും ഉണ്ടാവാറുണ്ട്. ബൽറാം ഉണ്ടാവാറുണ്ട്, ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഒരു ഷോയ്ക്ക് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ സൗദിയിലേക്ക് ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അരവിന്ദും എല്ലാവരും ഉണ്ടായിരുന്നു, ദിശ ഒഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ബാക്കി എല്ലാ ഫ്രണ്ട്സും? അത് ഭയങ്കര രസമായിരിക്കുമല്ലോ എല്ലാരും കൂടി ഒരു ട്രിപ്പ്, ഒരു പിക്നിക് ഒക്കെ പോകണം. ദിശ ഉണ്ടായിരുന്നു, ആരോ ഒരാൾ കുറവുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണി ഓർമ്മയുണ്ടോ? എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു രസകരമായിട്ട് അനുഭവങ്ങൾ പറയാനുണ്ടോ? അങ്ങനെ അല്ലെ ഫ്രണ്ട്സ് കൂടെ പോകുമ്പോഴേ നമ്മളെ ഈ മറ്റേ എന്താണ് ഈ ഓസ്ട്രേലിയക്കും UK-ക്കൊക്കെ പോകുമ്പോ ലോങ് ഫ്ലൈറ്റ് ആണ്. അതെ, അത് രസമാണ്, കുറെ നേരം ഉണ്ടാവുമല്ലോ. അപ്പോ അത് ഈ വേറെ തന്നെ ഒരു ഫ്ലൈറ്റ് ആണല്ലോ, വലിയ ഫ്ലൈറ്റ് ആണല്ലോ. അപ്പൊ അതിൽ നമ്മളിരിക്കുന്നു, ഭക്ഷണം കഴിക്കലും എല്ലാം ഫണ്ണാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഓർത്തെടുക്കാനായിട്ട് എനിക്ക് അല്ല അവിടെ എത്തിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് അവിടെ എത്തുമ്പോ ഇവിടുത്തെ തണുപ്പല്ലേ, ക്ലൈമറ്റ് മാറുമല്ലേ? ക്ലൈമറ്റ് UK-ല് ഞങ്ങൾ ചെന്നിട്ട് നമ്മൾ ഭയങ്കര തണുപ്പ്
എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ആദ്യം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു. അവിടെ അത് ഈ തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് ഫാനും ഇല്ല അവിടെ. അങ്ങനെ നമ്മള് ചൂടെടുത്ത് കിടന്നു. ഒരു ദിവസം ഡ്രസ്സൊക്കെ കൊണ്ടുപോയതൊക്കെ എടുത്ത് നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തണുപ്പുള്ള ഡ്രസ്സായിരിക്കും ഉള്ളിൽ റൂമിലിടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ കുറച്ച് അവിടെ പ്രതീക്ഷിക്കാത്തൊരു ചൂട് കിട്ടി. അപ്പൊ ഞങ്ങള് പോയ ആ ദിവസമാണ് എത്രയോ വർഷങ്ങൾക്ക് 90കളിൽ എന്താണ് മുന്നേ ഇതുപോലെ അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിൽക്കുന്ന ദിവസം ഫുള്ള് അവിടെ ചൂടായിരുന്നു? രാത്രി ഭയങ്കര ചൂടായിരുന്നു. പിറ്റേ ദിവസം മുതൽ റെഡിയായി. ഞങ്ങൾ വന്ന് ലാൻഡ് ചെയ്ത ദിവസം കുറച്ചതായിരുന്നു. ഓസ്ട്രേലിയ ഒരു തണുപ്പ് വലിയ കുഴപ്പമില്ല. ഒരു മൂന്നാർ ഊട്ടി തണുപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്. നമുക്ക് വലിയൊരു തണുപ്പ് എവിടെയും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ സൗദി പോയപ്പോ അന്ന് ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. സൗദിയിലെ തണുപ്പായിരുന്നു പോയ സമയത്ത്. അവിടെ പോകുമ്പം ഏത് ടൈപ്പ് ഓഫ് പാട്ടുകളാണ് അവര് ഓഡിയൻസിന്റെ പ്രിഫറൻസ്? ഷോ കഴിഞ്ഞ് പോയോണ്ട് അതിൽ തന്നെ നമ്മൾ പാടിയിട്ടുള്ള പാട്ടുകളാണ്. നിങ്ങൾ ഇവിടുന്ന് ലിസ്റ്റ് ഓഫ് സോങ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? അല്ല, അവർക്കും ആവശ്യപ്പെടാതാണ്. നമ്മൾ ഷോയില് പാടിയിട്ട് ആളുകൾ കൂടുതൽ കേട്ടിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മളാണല്ലോ വിളിക്കുന്നത്. അതെ, റിക്വസ്റ്റ് വല്ലതും ഓഡിയൻസ് വന്നിട്ടുണ്ടായിരുന്നു? റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഷോയില് പാടി ശ്രീരാഗമോ താരാപദം അങ്ങനത്തെ പാട്ടുകളൊക്കെ. താരാപതൊക്കെ പിന്നെ വൻ വൈറലായിട്ടുള്ള പാട്ടുകളായോണ്ട് ചോദിക്കും. ഇപ്പം അപ്പൊ അവിടെയൊക്കെ പോകുമ്പോ പ്രത്യേകിച്ച് GCCയിലൊക്കെ പോകുമ്പോൾ അറബിക് സോങ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, അറബി പാടേണ്ടി വന്നിട്ടില്ല. ഇല്ല, അത് പക്ഷെ അവിടെ പാടുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ചിലപ്പോ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ചില സിംഗേഴ്സിന്റെ അടുത്തൊക്കെ. എനിക്ക് അറബി പാട്ടൊന്നും അറിയില്ല. ഇപ്പം ഈ സ്റ്റാർ സിംഗർ കഴിഞ്ഞ ശേഷം സിനിമയിലേക്കുള്ള ഒരു കോൾസ് ഒക്കെ വന്നിരുന്നോ? സിനിമയിലേക്ക് ഷോ കഴിഞ്ഞ ഉടനെ പാടിയത്. സിനിമ റിലീസായിട്ടില്ല, പാടി വെച്ചിട്ടുണ്ട്, പുറത്ത് വന്നിട്ടില്ല. എത്ര പാട്ട്? അത് പാടിയത് ഒരു 2 പാട്ടാണ് പാടിയത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈ എറണാകുളത്ത് ഈ കമ്പോസേഴ്സ് ഒക്കെ ഇങ്ങനെ ട്രാക്ക് പാടാനും ഒക്കെ ആയിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. പുറത്ത് വരുന്നു. അത് തുടരും എന്നുള്ള സിനിമയില് അത് നമ്മള് എന്താ പറയാ ഭയങ്കര യൂഷ്വലി നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എറണാകുളത്ത് ആരാളുള്ള ബലറാം പാടാറുണ്ട്, അരവിന്ദും എല്ലാവരും സ്ഥിരം പാടും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഓർക്കാകുമ്പോ പുറത്തു വരും. അങ്ങനെ പിന്നെ ചിലത് നേരെ ട്രാക്ക് പാടാനല്ലാതെ തന്നെ മെയിൻ പാടാന്നുള്ള ഉദ്ദേശത്തോട് തന്നെ വിളിക്കും. അങ്ങനെയൊക്കെ ചിലത് പുറത്തു വരും, ചിലത് വരില്ല. അങ്ങനെയൊക്കെ അതൊരു ബോണസാണ്, ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു. ഇപ്പൊ മലയാളം, കേരളം അല്ലാണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഷോസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ ഒരു തമിഴ് കൾച്ചറൽ അക്കാഡമി എന്ന് പറയുന്ന അവരുടെ ഒരു വാർഷികത്തിന്റെ പരിപാടി ചെന്നൈയില് കാമരാജർ അരങ്കം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിശ ഉണ്ടായിരുന്നു അതിന് SP ശൈലജാമ്മയുടെ കൂടെ. അപ്പൊ അതില് ഏതോ നിனைவுകൾ എന്നുള്ളൊരു പാട്ട് പാടി. അത് പാടാൻ വേണ്ടിയിട്ട് അവര് വരുന്നതിന് മുന്നേ ഞാൻ ഒരു പാട്ട് പാടിയിട്ട് തിരിച്ചു പോകുമ്പോൾ എന്നെ നിർത്തിയിട്ട് സ്റ്റേജിൽ നിർത്തിയിട്ട് എന്നെ അപ്രിഷിയേറ്റ് ചെയ്തു, പ്രത്യേകമായിട്ട് എടുത്തിട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമായി. പിന്നെ ഒരു ഓഡിയൻസ് ഭയങ്കര അടിപൊളിയാണ്. ആ പാട്ടിനോടുള്ള ഇഷ്ടം ആദ്യം. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് പറയല്ല, പക്ഷെ ഇപ്പൊ ഒരാളെങ്ങനെ പ്രസന്റ് ചെയ്യണം. ഞാൻ സ്റ്റാർ സിംഗറിലാണ്, എന്നോടുള്ള ഇഷ്ടമാണ് ആളുകൾക്ക് ഈ കയ്യടിയായിട്ട് വരുന്നത്. ഞാൻ വരുമ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെ കൈയടിക്കും. അതായത് ഈ ഷോ കഴിഞ്ഞ ഉടനുള്ള സമയട്ടാ. അതായത് ഇപ്പോഴും പിന്നെ ഞാൻ വരുമ്പോൾ മറ്റേ കൈയടിക്കുന്നു കരഘോഷം എന്ന് പറയല്ല. അതായത് നമ്മളെ TV-യിൽ കണ്ടിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ, നമ്മൾ വരുമ്പോ തന്നെ എല്ലാവരും ഇങ്ങനെ കൈയടിക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അപ്പൊ അവിടെ ഇപ്പൊ ഞാൻ വരുമ്പോ ഇപ്പൊ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല, ഞാനങ്ങ് വരുന്നു. അപ്പൊ ഒരാൾ വരുന്നതിനുള്ള കൈയടി തരും. പിന്നെ പാട്ട് പാടുമ്പോൾ ഏത് പാട്ടാണോ എന്നുള്ള, അപ്പോൾ ആ പാട്ടിനോടുള്ള ഒരു ഇഷ്ടമാണ്. ആ പാട്ടിൻ്റെ ഒരു ഗിറ്റാർ വെച്ച് തുടങ്ങാൻ വെച്ചാൽ അത് തുടങ്ങുമ്പോൾ തന്നെ കയ്യടിയായിരിക്കും. പാട്ടിനൊരു കയ്യടി ഫസ്റ്റ്, പിന്നെ പാടി തുടങ്ങുന്ന ശബ്ദം ഇഷ്ടപ്പെട്ട അതിനൊരു കയ്യടി, പിന്നെ പാടുന്ന ഓരോ ഭാഗത്തും അവർക്ക് ഇഷ്ടപ്പെടും തോറും കയ്യടി ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പം അങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ്. പിന്നെ അവിടെ ഏത് പാട്ടും എപ്പോൾ വേണേലും പാടാന്നുള്ള. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പകുതി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഫാസ്റ്റ് സോങ് അല്ലാതെ പാടാൻ പറ്റില്ല എന്നുള്ളത്. അല്ല, അതൊരു മോശമല്ല. ആളുകൾ ഈ തിരക്കിൻ്റെ ഇടയിൽ
ഒരു പരിപാടിക്ക് വരിക എന്ന് പറയുന്നത് അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കാനായിരിക്കും. പക്ഷെ അവിടെ പറഞ്ഞപ്പോൾ നമുക്ക് ലാസ്റ്റും ഒരു നിലാവേവ എന്നുള്ള പാട്ട് വരാസാത്തിന് പാടിയാലോ, ഏറ്റവും അവസാനത്തെ പാട്ട് അത് പാടിയാലും കുഴപ്പമില്ല. അവർക്ക് അതാണ് സന്തോഷം. അതിനാണ് അവർ വരുന്നത്. ഇഷ്ടമുള്ള പാട്ട് നന്നായി പാടുന്നത് കേൾക്കാനാണ് അവർ വരുന്നത്. അങ്ങനെയുള്ളൊരു അതെ, എനിക്ക് തോന്നുന്നു അവിടെ കൂടുതലും മ്യൂസിക് ലവേഴ്സ്. അതെ, അപ്പൊ അത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പാടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്കും അവരുടെ സെയിം എനർജി. അതെ, പോയത് മുതലായി എന്തോന്നൊരു ഇതാണ്. ശൈലജ മാമിന്റെ കൂടെ ഉള്ള പാട്ട് നമുക്കൊരു നല്ല പാട്ട്. അത് ഏതോ നിனைவுகள் കനവുകൾ മനതിലേ മലരുതേ കാവേരി ഊற்றாகவே காற்றோடு காற்றாகவே தினம் காண்பதுதான் ஏதோ நினைவுகள். ഇതിപ്പം എല്ലാ വർഷവും ഈ പ്രോഗ്രാം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പിന്നെ ഈ വർഷം വിളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ആയിരിക്കുമോ അറിയില്ല. അത് SP ശൈലജമ്മ ഉണ്ടോന്ന് അറിയില്ല. SP ചരൺ, SPB സാറിന്റെ മകൻ, പുള്ളിക്കാരനുണ്ട്. വേറെ ആരൊക്കെ ഉള്ളതെന്ന് അറിയില്ല. പുള്ളി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ പാടുമ്പോഴേ വോയിസ് മോഡുലേറ്റ് ചെയ്ത് പാടുക എന്ന് പറയണത് ഭയങ്കര ഒരു സംഭവമാണല്ലോ. അത് എങ്ങനെയാ? അല്ല, അത് ഞാൻ അങ്ങനെ അത് ഇപ്പം SPB സാറിന്റെ ഒക്കെ പാട്ടുകൾ പാടുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല, അതങ്ങനെയുണ്ട് വരികയാണ്. എനിക്ക് തോന്നുന്നു ബൽറാം ഇടയ്ക്ക് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാഗ് പാടുമ്പോ അവൻ വെറുതെ പാടിയാലും അതിന് ഭയങ്കര ഫീലും ഇമോഷൻസും ആണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത് ബൈ ബർത്തിലൂടെ അതങ്ങനെ മോൻ ചിലപ്പോ അറിയുന്നുണ്ടാവില്ല, അത് പാടി പോകുമ്പോ ആക്ച്വലി ബൈ ബർത്ത് കിട്ടുന്നതാണെന്ന് എനിക്കറിയില്ല. അത് എങ്ങനെ ബൈ ബർത്ത് മോഡുലേഷൻ കിട്ടുന്ന നമ്മള് അറിയാണ്ട് നമ്മള് എപ്പോഴും പാടുകയാണല്ലോ. ഇപ്പൊ ഒരു പരിപാടിക്ക് ആണെങ്കിലും അല്ലെങ്കിലും വെറുതെ ഇരുന്നിട്ടാണെങ്കിലും പാടുകയാണ്. വെറുതെ ഇരുന്ന് പാടുക എന്ന് പറയുന്നത് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് പാടുന്നതല്ലേ. ഇപ്പൊ പരിപാടിക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ട് പാടുന്നത് അത് പ്രോഗ്രാമിന് വേണ്ടി പാടേണ്ടി വന്ന് പാടുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പാടുക പറഞ്ഞാൽ അത് ഇഷ്ടം കൊണ്ട് പാടുന്നത്. അല്ലാതെ അങ്ങനെ പാടേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടം കൊണ്ട് പാടുമ്പോൾ ഇഷ്ടം കൊണ്ട് അത്രയും അതിന്റെ ഇരട്ടി കേൾക്കുകയും ചെയ്യുമ്പോൾ കേൾക്കും. പക്ഷെ അത് എല്ലാവർക്കും ആ കഴിവില്ല, എല്ലാവർക്കും അങ്ങനെ കിട്ടാറുമില്ല. അല്ല, ആക്ച്വലി നന്നായി കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ചില ആൾക്കാർ പറയുമല്ലോ പാട്ട് പഠിക്കാതെ തന്നെ പാടുന്നവരുണ്ട്. അതൊക്കെ ഇപ്പൊ ജന്മനാ കിട്ടണ ഒരു പാട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ടെക്നിക്കാലിറ്റി അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് തൊണ്ടയില്, ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കേൾക്കണം, പ്രാക്ടീസ് മാത്രമല്ല. ഒരു പാട്ട് പാടാൻ നേരത്തെ എത്ര പ്രാവശ്യം അത് കേൾക്കും? ഞാൻ ഒരു പാട്ട് തന്നെ കുറെ തവണ കേൾക്കാറില്ല. അത് ചില പാട്ടുകളുണ്ട്. ഇപ്പൊ രാജസ്ഥാന്റെ ചില പാട്ടൊക്കെ ഒരു പാട്ടിനോട് ചില പ്രാന്ത് തോന്നി കഴിഞ്ഞാൽ അത് ഇങ്ങനെ റിപ്പീറ്റിൽ കേട്ടാലും നമുക്ക് മടുക്കില്ല. അങ്ങനെ അല്ലാതെ പഠിക്കാനായിട്ട് കേൾക്കുക എന്നുള്ള ഒരു പരിപാടി ഈ ഷോയില് വന്ന സമയത്താണ് ഉണ്ടാവുന്നത്. അല്ലാതെ പാട്ട് പഠിക്കാനായിട്ട് ഇങ്ങനെ കേൾക്കാറില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കേൾക്കണത് നല്ലതാണ്. അങ്ങനെ ആയിരുന്നില്ല ഞാൻ കേട്ടോണ്ടിരുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കും. അപ്പൊ കേൾക്കുമ്പോ നമ്മുടെ ആ ഒരു മെമ്മറിയിൽ അത് കേറും. അങ്ങനെ ആ ഓർമ്മ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു പാട്ട് പാടുമെന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച പാട്ടല്ല പാടുന്നത്, കേട്ട പാട്ടാണ് പാടുന്നത്. കേട്ട പാട്ടാണ് പാടുന്നത്. പെട്ടെന്നൊരു പാട്ട് പാടുക, തുമ്പീവ എന്നുള്ള പാട്ട് പാടുക പറയുമ്പോൾ തുമ്പീവ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ തുമ്പീവ പഠിച്ചിട്ടില്ല. പക്ഷെ അപ്പൊ രണ്ടിനും വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കേട്ടതിൽ എന്താന്നൊക്കെ നമുക്ക് അറിയാലോ. അങ്ങനെ വെറുതെ കേൾക്കുകയാണെങ്കിൽ ചില നമ്മൾ ശ്രദ്ധിക്കാത്തൊക്കെ ഉണ്ടാവും. ഒരു കോമ്പറ്റീഷന് വേണ്ടി പഠിക്കുമ്പോ ചിലപ്പോ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് അത് ഞാൻ പാടുമ്പോ അതുപോലെ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ പാടും. അല്ലെങ്കിൽ നമ്മൾ കേട്ട അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കേട്ട പോലെ ആവില്ലേ, ചിലപ്പോൾ ആകെ പാട്ടൊക്കെ മാറി നമുക്ക് തന്നെ ഒരു അങ്ങനെ തോന്നും. ഇപ്പം സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം പാട്ട് നല്ലോണം കേട്ടിട്ടാണ് പിന്നെ അത് പ്രസന്റ് ചെയ്യണത് അല്ലേ? അങ്ങനെ പറയാം. സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം ഒരു ഇപ്പോൾ ഒരു പാട്ട് ഒരു പരിപാടിയിൽ പാടണമെന്നുണ്ടെങ്കിൽ ആ പാട്ട് കേട്ട് ഇങ്ങനെ ഇനിയല്ലേ എന്ന് ഉറപ്പുവരുത്താനുള്ള ആ ഒരു ത്വര ഉണ്ട്. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല.
പാട്ട് എനിക്കറിയാം, അല്ലെങ്കിൽ ഒന്ന് കേൾക്കുക. പിന്നെ പാടുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇടാറുണ്ടോ? ചിലതൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നൊക്കെ ഇടും. ഇട്ടിട്ട് പ്രത്യേകിച്ച് കവർ സോങ്ങിലൊക്കെ അത് ഗുണം ചെയ്യാറുണ്ടല്ലേ? കുറച്ചുകൂടി ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ കുറച്ച് കൂടുതലിട്ടിട്ട് അങ്ങനെ ചിലയിടത്ത് നമുക്ക് ഇടാൻ തോന്നുമ്പോൾ ഇടുക. ഇപ്പൊ ജഡ്ജസിന്റെ കമന്റ്സ് ഇല്ല, ഇപ്പൊ നമ്മൾ പാടുമ്പോൾ നമുക്കറിയാം ഓഫ് കോഴ്സ് എല്ലാ ജഡ്ജസും ജെന്യൂൻ ആയിട്ടുള്ള കമന്റ്സ് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ പാടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ചിലപ്പോൾ ഈ കമന്റ് ആയിരിക്കും വരാൻ പോണത് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അങ്ങനെ വല്ല കമന്റ്സും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഇത് വരുമായിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പാടിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു, പിന്നെ ഇതൊക്കെ നടക്കട്ടെ എന്നുള്ളൊരു. അല്ല, ചിലപ്പോൾ നമ്മൾ പാടുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ എങ്ങനെ ഏത് രീതിയിലാണ് പാടി വെച്ചേക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ കമന്റ്സ് അങ്ങനെ ഉണ്ടാവും. ജഡ്ജസ് പറയും മോനെ നീ അവിടെ ശരിയായിട്ടില്ല. അത് നമുക്ക് പാടുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്തായാലും ഉണ്ട്, നമുക്ക് തെറ്റിയതറിയാലോ. അത് പറയും തോന്നണൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തായാലും പറയും, എല്ലാ തെറ്റുകളും പിടിക്കും. ഇപ്പൊ പാട്ടുകൾ ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലെ? അതെ, പടം വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ പാട്ട് അതർ ദാൻ പാട്ട് അല്ലാണ്ട് ഹോബീസ് എന്തൊക്കെയാ വേറെ ഉള്ളത്? വേറെ ഹോബീസ് ഗിറ്റാർ ഓഫ് കോഴ്സ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, പാട്ട് അതെ ബേസ് ആണല്ലോ. പാട്ട് കേൾക്കുക, പിന്നെ ചെറുതായി വായിക്കൊക്കെ ചെയ്യും. കുറച്ചൊരു 2 കൊല്ലം മുന്നേ വരെ നന്നായി സിനിമ കാണുമായിരുന്നു. പിന്നെ സിനിമ കാണാൻ തോന്നുന്നില്ല. തിയേറ്ററിലൊക്കെ പോയി ഞാൻ 2 മണിക്കൂർ പോയല്ലോ എന്നൊക്കെ തോന്നും. അത്രയും നേരം വെറുതെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. എങ്ങനത്തെ ടൈപ്പ് സിനിമകളാണ് ഇഷ്ടം? എങ്ങനത്തെ ടൈപ്പ്? ഫാമിലി അല്ലെങ്കിൽ കുറച്ച് ത്രില്ലർ, കോമഡി? എല്ലാത്തരം കാണും. പുറത്ത് പടങ്ങളും അങ്ങനെയൊക്കെ ഫോണിലും ഒക്കെ തപ്പി അങ്ങനെയൊക്കെ ആണ്. സ്കൂളിലൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിയത്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് സിനിമയെ പറ്റി കണ്ട് എല്ലാ ദിവസവും കണ്ട് സ്കൂളിൽ വന്ന് അതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് കുറവാണ്. കുറച്ചുകൂടി ഒരു ലോ പ്രൊഫൈലായിട്ട് കിടന്നിരുന്ന പടങ്ങളാണ് പോയി തപ്പിപ്പിടിച്ച് അങ്ങനെയൊക്കെ കണ്ട്. അങ്ങനെ ഡെയിലി കുറേ കാണും സിനിമകൾ, അങ്ങനെ കണ്ടിരുന്നു. പിന്നെ പഴയ കുറേ കമലഹാസന്റെ പഴയ കുറേ പടങ്ങളും മലയാളത്തിൽ തന്നെ കാണാത്ത കുറെ പഴയ പടങ്ങളും സോങ്സും ഇല്ലാത്ത പടങ്ങളും സോങ്സേ ഇല്ലാത്ത പടങ്ങൾ, മ്യൂസിക്കേ ഇല്ലാത്ത പടം, അങ്ങനെയൊക്കെ. അങ്ങനെ കുറെ പടങ്ങള്. ഇപ്പം സിനിമകൾ കുറെ കാണുന്ന പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള ആക്ടേഴ്സ് ഒക്കെ ആരൊക്കെയാണ്? ഇഷ്ടമുള്ള ആക്ടേഴ്സ് ഓഫ് കോഴ്സ് ലാലേട്ടനും മമ്മൂക്കയില് ചെറുപ്പം മുതൽ ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണ്, എല്ലാവരെയും പോലെ. പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് ഭയങ്കര മമ്മൂക്ക ഇഷ്ടമായി. എന്തോ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മമ്മൂക്ക കഥാപാത്രങ്ങളായിട്ടാണെന്ന് തോന്നി. ലാലേട്ടൻ്റെ വേറൊരു സംഭവമായിട്ട് കാണുന്നത്, അതായത് കുറച്ചും കൂടെ റിയൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം എന്നോട് ആരോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കേട്ടോ. ചിലപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കളിക്കുന്ന ഒരു കാര്യമായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതായിരിക്കാം, എനിക്കറിയില്ല. എന്നോടൊരു ഫ്രണ്ടാണ് പറഞ്ഞത്, നമുക്കിപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഒരു അച്ഛനോ അല്ലെങ്കിൽ ചെറിയച്ഛനോ വലിയച്ഛനോ ഇവരൊക്കെ ആരെങ്കിലും ഒരാളെ ഒരു സിനിമയിൽ കഥാപാത്രമായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ അത് മമ്മൂക്കയിലൂടെ പറ്റുള്ളൂ, ലാലേട്ടനിലൂടെ പറ്റില്ല. നല്ലൊരു സാധനം, വലിയേട്ടന്റെ സ്ഥാനം പോലെ. അതായത് മമ്മൂക്കയ്ക്ക് അത് മമ്മൂക്കയിലൂടെ അങ്ങനെ ഒരു സാധനം പറ്റുമെന്നുള്ളൊരു ഇത്. പിന്നെ പുതിയ എന്നല്ല, കുറേ ഫഹദ് ഫാസിൽ എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫഹദ് ഫാസിലിനെ ഇഷ്ടമായതുകൊണ്ട് ട്രോളായിരുന്നു. അതായത് ട്രോളെന്നല്ല, നമ്മൾ ഈ പറഞ്ഞല്ലോ പടങ്ങൾ കണ്ടിട്ട് സ്കൂളിൽ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കും. അപ്പം അന്ന് ഞാൻ ഈ മറ്റേ ആർട്ടിസ്റ്റും ഡയമണ്ട് നെക്ലേസ് ഒക്കെ കണ്ട് ഈ ഫഹദിനെ പറ്റിയിട്ട് ഫഹദിന്റെ ഫാനാന്നൊക്കെ പറയുമ്പോൾ അന്ന് അവർ കളിയാക്കും, എന്ത് ഫഹദ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങനെ പരസ്പരം കളിയാക്കുമല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫഹദ് ഫാൻസായി. ആവേശമൊക്കെ വന്നതോടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പടങ്ങൾ. എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരിലും. ചില പടങ്ങളൊക്കെ കാണുമ്പോഴും ഇവരിങ്ങനെയാണോ ആക്ച്വലി എന്ന് തോന്നും. കമേഴ്ഷ്യൽ പടങ്ങളും എല്ലാവരും അടിപൊളിയാണ്, അല്ല മോശമായി അഭിനയിക്കുന്ന ആരും ഇല്ലല്ലോ. ഭയങ്കര നാച്ചുറൽ ആയിട്ട് അഭിനയമാണ്. അതെ, എല്ലാവരും ഇഷ്ടം. ഇപ്പം ഒരുപാട് സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഈ പോവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതാണ്? ഇപ്പൊ ഞാൻ ഇനി അവിടെ പോയിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ടോ? അങ്ങനത്തെ ഒരു പെർഫോം ചെയ്യണം എന്നുള്ളത്. കാരണം ഇപ്പൊ നമ്മളൊരു രാജ്യത്ത് പോകുമ്പോ
പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ഒരു മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്കാണ് പോകുന്നത്. നമ്മൾ അവിടെ പെർഫോമൻസും ആ രാജ്യവും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. നമ്മൾ ആ രാജ്യത്ത് പോകുന്നു എന്നുള്ള സന്തോഷം, പ്ലസ് നമ്മൾ പാടുന്നു എന്നുള്ള സന്തോഷമുണ്ട്. അത് ഇവിടെ നമ്മൾ പാടുന്ന പോലെ ഒക്കെ തന്നെയാണ്. അതായത് എവിടെയും നമ്മൾ പാടുന്ന ഒരു സന്തോഷം തന്നെയാണ്. പുറത്ത് പോയാലും പുറത്ത് പോയോണ്ട് പാടുന്നതിലൊരു പ്രത്യേകിച്ച് സന്തോഷം കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് കുറവുണ്ട് എന്നല്ല, അതായത് ഇവിടെ പാടുന്നതിൽ നിന്ന് എന്തോ വേറൊന്നും ഇല്ല. അവിടെ ഒരു സ്ഥലം കാണാൻ പറ്റിയെന്നുള്ളതാണ് അതിന്റെ കൂടെ പ്ലസ് ഉള്ളത്. അല്ലാതെ നോക്കുമ്പോൾ നമ്മൾ മലയാളികളുടെ ഇടയിൽ മലയാളം പാട്ട് പാടാനാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് അങ്ങനെ വേറൊരു സാധനം പെർഫോം ചെയ്യണമെന്നൊക്കെ ഉണ്ട് പല സ്ഥലത്തും. പക്ഷെ അതിനുള്ളതൊന്നും ഇപ്പൊ കയ്യിൽ ആയിട്ടില്ല. അതിന്റെ പരിപാടിയാണ്. ഡ്രീം ആയിട്ട് പോണ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പോണ സ്ഥലം ഏതാണ്? ഇപ്പൊ അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ? ലോകത്തെ എല്ലാ സ്ഥലവും കാണാൻ പറ്റിയ നല്ല അങ്ങനെയൊക്കെ ഈ തുർക്കി, ഇസ്താൻബുൾ അങ്ങനത്തെ സ്ഥലങ്ങള്, പ്രാഗ്, ചെക്ക് റിപ്പബ്ലിക്കിലെ അങ്ങനത്തെ കുറച്ച് സ്ഥലമൊക്കെ കുറെ സിനിമയൊക്കെ കണ്ടിട്ട് പണ്ട് മനസ്സിൽ കയറിയ പടങ്ങള്, കുറച്ച് അല്ല പടങ്ങളല്ല സ്ഥലങ്ങള്, അങ്ങനെ കുറച്ച് സ്ഥലം പോയാൽ കൊള്ളാം എന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇറ്റലി, അതൊക്കെ ഇറ്റലിയിലൊക്കെ പോയാൽ കൊള്ളാം. ഫുഡൊക്കെ എന്താ, ഫുഡിയാണോ നന്നിട്ട് ഭക്ഷണം കഴിക്കണ? അങ്ങനെയല്ല, എനിക്ക് ജങ്ക് ഫുഡ്സ് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമല്ലെന്നില്ല. കഴിക്കും, എന്തപ്പോ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അതിപ്പോ ഓസ്ട്രേലിയയിലും യു കെയിലൊക്കെ പോണ സമയത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല. അയ്യോ, അവിടത്തേക്കാ നല്ല ഇവിടത്തെയാണ്. എരിവില്ല, പുളിയില്ല, ഒന്നുമില്ല. അതായത് ഇപ്പോ ഓപ്റ്റ് ചെയ്യാറില്ല അങ്ങനെ, അത്രേ ഉള്ളൂ. ഭക്ഷണം കഴിക്കും. എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഫുഡിൽ? ഇപ്പം പാട്ടുന്ന ആളായ കാരണം ഇല്ല, സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. ഐസ്ക്രീം ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ട് കഴിക്കാറില്ല. ഇതുകൊണ്ടല്ല, വലിയൊരു താല്പര്യമില്ല അതിനോട്, അത്രേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിക്കും. ഈ തമിഴ്നാട്ടിലൊക്കെ കുറെ നോൺ വെജ് നല്ല ഫുഡുകളൊക്കെ ഉണ്ടാവും, അത് കഴിക്കും. നല്ല മീൽസും നാടൻ ഫുഡിനോടാണ് നാടൻ നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യൊന്നുമില്ല, അത്യാവശ്യം പട്ടിണി എടുക്കാതിരിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ചെറിയ തോതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നാൽ കുക്ക് ചെയ്യാൻ പറ്റും. കുക്ക് ചെയ്യാനുള്ളൊരു ആവശ്യം വന്നിട്ടില്ല, അതാണ്. ഈ ഇപ്പം എന്താ പറയാ, കോളേജ് മുതലൊക്കെ പാട്ട് പാടുന്ന ഒന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞപ്പോ സ്റ്റാർ സിംഗർ ആയപ്പോഴും എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ഫിനാലെ എന്ന് വരണക്കെട്ട് മുന്നേ തന്നെ ഈ ജനപ്രിയ നായകൻ എന്നൊക്കെ പറഞ്ഞ പോലെ ജനപ്രിയ ഗായകനായിട്ട് മാറി. അപ്പൊ ഈ ഫാൻസ് ഇഷ്ടം പോലെ കാണുമല്ലോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സാപ്പിലാണെങ്കിലും. അതിനൊക്കെ ഇപ്പൊ എങ്ങനെയാ ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യണത്? ആക്ച്വലി ഞാനത് ഹാൻഡിൽ ചെയ്യാറില്ല. മെസ്സേജസ് എനിക്ക് അതിൻ്റെ ഒരു പേടിയുണ്ട്. ഞാൻ ഭയങ്കര അൺഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും ആളുകൾക്ക് എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് ഇങ്ങനെ കുറേ മെസ്സേജ് വരുമ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ചിത്ര ചേച്ചിയുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറേ ആളുകൾ കാണാൻ ലൈക്കും കമൻ്റൊക്കെ ഉണ്ടാവുമല്ലോ, ചിത്ര ചേച്ചിയുടെ പടം കാണാനല്ലേ. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ വരുമല്ലോ. അപ്പം ഇതിനെല്ലാത്തിനും ഇങ്ങനെ ഞാൻ ഇതിലിങ്ങനെ കുത്തിരിക്കാറില്ല, ഈ ലൈക്ക് അടിച്ച് അതിനെ കമൻറ്റ് ചെയ്ത് എനിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇതിലൊരു ഈസി ഓപ്ഷൻ ഉണ്ട്, പീപ്പിൾ യു ഫോളോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാം. നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ, വെരിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. നമുക്കറിയാവുന്ന ആരെങ്കിലും കമൻറ്റ് ചെയ്തു, അപ്പോൾ അതിനൊക്കെ ചുമ്മാ ലൈക്ക് അടിച്ച് എന്തെങ്കിലും ആരെങ്കിലും രസമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കും. അപ്പോൾ വേറെ ആളുകൾ കമന്റ് ചെയ്യും, എന്താ അറിയുന്നവർക്കും സെലിബ്രിറ്റികൾക്കും മാത്രം റിപ്ലൈ കൊടുക്കുന്നുള്ളൂ. അതെ, അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും അത് ചെയ്യാൻ പറ്റുന്ന ഒരു എഫേർട്ടാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. സമയം പോവും അതിന്. സമയം അല്ലാതെയും കുറെ കളയുന്നൊക്കെ ഉണ്ട്. പക്ഷെ കോൾസ് ആയിട്ടൊക്കെ അങ്ങനെ വരാറുണ്ടോ? കോൾസ് ആയിട്ട് വരും കുറെ. കൂടുതലും കുറച്ച് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. കുറെ അമ്മമാരും ഒക്കെ. ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ ആളുകൾ നിൽക്കുമ്പോൾ അത് ഈ ഷോ കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരികയല്ലേ. അപ്പം നമ്മുടെ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ടി വി കാണുന്ന അമ്മമാരും എല്ലാവരും കൂടെ അങ്ങ് വരുമല്ലോ. അപ്പം അവർ ലാസ്റ്റ് സ്റ്റേജിൻ്റെ അവിടേക്ക് ഫോട്ടോ എടുക്കാൻ ഒക്കെ വരുമ്പോൾ ഒരു ചേച്ചിയും ഹസ്ബൻഡ് ഒരു കുഞ്ഞൊരു മോളും കൂടിട്ട് അവിടെ അകലെങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തോ ഒരു ആളുകളുടെ ഇടയ്ക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്.
അങ്ങനെ ഞാൻ ഇങ്ങനെ വന്നിട്ട് അവർ വന്നു. അവർ വന്നിട്ട് എനിക്കൊരു 50 രൂപ വന്നു കയ്യിലിട്ടാ. അപ്പം ഞാൻ അയ്യോ വേണ്ട വേണ്ട. അപ്പം അല്ല മോനെ അറിയാലോ, ഇത് 50 രൂപയായിട്ട് കാണണ്ട, ഇത് പൈസയായിട്ടും കാണണ്ട, എൻ്റെ ഒന്നും ഇല്ല തരാൻ, വേറെ എന്തെങ്കിലും ഒന്ന് തരണമെന്നേ ഉള്ളൂ. ഇപ്പൊ കയ്യിലുള്ളത് ഇതായത് കൊണ്ടാണ് ഇത് തരുന്നത്. ഇതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും അറിയാം. ഇതൊരു പൈസ റിവാർഡായിട്ട് തരുന്നതാന്ന് വിചാരിക്കണ്ട. ഇത് എവിടെയെങ്കിലും വീട്ടില് ഗുരുവായൂരപ്പന്റെ ഫോട്ടോ അങ്ങനെ ഉണ്ട്, അതിന്റെ പുറകിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. അപ്പൊ 50 രൂപ ഞാൻ കളഞ്ഞിട്ടില്ല. അങ്ങനത്തെ കുറച്ച് സന്തോഷം. എന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടിഫിൻ ബോക്സ് ഒക്കെ ആയിട്ട് വരുമ്പോ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അവർക്ക് കാണുമ്പോ എന്തെങ്കിലും തരണം, പക്ഷെ ഒന്നുമില്ല, അങ്ങനത്തെ കുറെ സന്തോഷങ്ങൾ. അങ്ങനെ കുറെ ഇപ്പം ഗേൾസ് ഫാൻസും ഉണ്ടാവുമല്ലോ ഇപ്പൊ കോളേജിലെ പിള്ളേരും ഒക്കെ. ഗേൾസും ബോയ്സും എല്ലാവരും ഉണ്ടാവും. പണ്ടൊക്കെ പറയാൻ ബ്ലഡിലൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള കത്തുകളൊക്കെ ഇപ്പം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇതൊക്കെ വാട്സാപ്പൊക്കെ ഉള്ള കാരണം അങ്ങനെ ബ്ലഡിന്റെ ആവശ്യം ഒരു പാർട്ട്ണർക്ക് വേണ്ടിയുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഇപ്പം മോൻ കാണുന്നത്? ഇപ്പം കല്യാണ പ്രായം ആയിക്കൊണ്ട് വരികയാണ്. ഇപ്പം അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു ഡ്രീം ഗേളിന് എൻ്റെ പാർട്ട്ണർ ഇങ്ങനത്തെ ക്വാളിറ്റീസ് ഒക്കെ വേണം എന്നൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ ചിന്തിക്കാലോ. കോഴ്സ് മ്യൂസിക് ലവർ ആയിരിക്കണം. പിന്നെ നിർബന്ധമൊന്നുമില്ല. ഇല്ല. മ്യൂസിക് ലവർ ആയതുകൊണ്ട് ഒരുമിച്ച് പറ്റില്ല. അല്ല നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ അതൊരു സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ മ്യൂസിക് ലവർ ആവണമെന്നില്ലല്ലോ. അല്ല പാടുമ്പോ തന്നെ ഒരു ചെറിയ ക്രിട്ടിക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പൊ അതിലെന്തെങ്കിലും കുറച്ചൊരു അതൊരു നിർബന്ധമല്ല. നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. പാട്ടറിഞ്ഞിരിക്കണം പറയാൻ പറ്റില്ല. നീളമുള്ള മുടി വേണം എന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്തുണ്ടായാലും സംസാരിക്കുക എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ എന്തായാലും സംസാരിക്കാനുള്ളൊരു ഇതുള്ള ആളായിരിക്കണം എന്നുള്ളൂ. അത്രേ ഉള്ളൂ. എന്ത് തോന്നിയാലും അപ്പൊ പറയണ ആളായിരിക്കണം. അപ്പൊ അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങോട്ട് റെഡി ആയിക്കോളും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പോഴും അല്ലേ? അതെ, കമ്മ്യൂണിക്കേഷൻ ഫ്ലോയില് നടക്കുന്ന ഒരാളായിരിക്കണം. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോഴും പറയുമല്ലോ ഈ ഹാർഡ് വർക്കിന്റെയും ഡെഡിക്കേഷന്റെയും പിന്നില് ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നുള്ളത്. ഇത്രമാത്രം ഈശ്വര വിശ്വാസിയാണ്? ഞാനൊരു പ്രത്യേക വിശ്വാസിയാണ്. അതായത് സ്വന്തമായി വാറ്റിയടിക്കുന്ന ആളെന്ന് പറയുന്ന പോലെ. അതായത് അവര് നമ്മള് എന്താ പറയാ, ചെറുപ്പം തൊട്ട് കാണുന്ന അതെന്താണോ അതിനങ്ങ് ഫോളോ ചെയ്യുന്ന ആളല്ല. എനിക്ക് വേണ്ട രീതിയിൽ ഞാനങ്ങ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് വിശ്വസിക്കുന്ന അങ്ങനെ ഒരു പവർ, സുപ്രീം പവർ മുകളിലുണ്ട്, അതിന്റെ പുറത്തുള്ള വിശ്വാസം. അങ്ങനെയും പറയാം. അല്ലിപ്പം ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്താണല്ലോ. അമ്പലത്തിൽ പോവും. അതാ പറഞ്ഞ അമ്പലത്തിലും പോവും. അല്ല ചെറുപ്പം അതെന്താ അതാ ഞാൻ സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ വിശ്വാസമാണ്. അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, എന്താന്ന് പറയണില്ല. അതെ അതെ, വേണ്ട നമ്മുടെ വിശ്വാസമാണല്ലോ, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഇപ്പം എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും ഒരു പ്ലാൻ ബി എന്നുള്ള സംഭവം ഉണ്ടാവുമല്ലോ. ഇപ്പം പാട്ടല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഇപ്പം ഐഡിയ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ഈ പ്ലാൻ ബി. വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പ്ലാൻ ബി ഉണ്ടാവും. ഇതില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണിയെടുത്താലേ തന്നെ അത് നടക്കുള്ളൂ എന്നൊരു ബോധ്യം ഉണ്ടാവും. ആക്ച്വലി വിശ്വാസം കട്ട് ചെയ്യാൻ പറ്റിയ നല്ലതാന്നൊരു അഭിപ്രായമുണ്ട് എനിക്ക്. അതായത് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിലേ, എനിക്ക് തോന്നണു വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്താലേ അത് നടക്കുള്ളൂ. മറ്റിടത്ത് നമുക്ക് വേറൊരു പ്രതീക്ഷ ഉണ്ട്. ഒന്ന് ചെയ്തു വെച്ചിട്ട് റെഡി ആവണേ, അങ്ങനെ ഒരു ഇതുണ്ട്. അത് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, എന്തായാലും ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമേ വർക്ക് ചെയ്യും. കാരണം ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കത് കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ നന്നായി പഠിച്ചില്ലെങ്കിൽ ഞാൻ എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. അല്ലാതെ കുറച്ച് വായിച്ചു നോക്കിയിട്ടു പേപ്പർ മാറണേ, മറ്റേത് ശരിയാവണേ എന്ന് ചിന്തിക്കും. അങ്ങനെ കുറച്ച് പഠിച്ച ആൾക്ക് അതൊരു റിലീഫാണ്. ഇതില്ലാത്തൊരാൾക്ക് നന്നായി പഠിക്കും, പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എഴുതുമ്പോൾ തന്നെ അറിയാം ഞാൻ തോക്കുമെന്ന്. അങ്ങനെ ഒരു സംഭവം. അതേപോലെയാണ് പ്ലാൻ എ പ്ലാൻ ബി. ഞാൻ അന്ന് ചെയ്തിരുന്നത് ഇതൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ വന്നു. പ്ലാൻ ബി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് സിംഗർ അല്ലായിരുന്നെങ്കിൽ എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ വന്നുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ആ ഫ്ലോയിൽ അങ്ങനെ പോവാണ്.
അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ LLB ആണ്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. LLB ആണ് പഠിച്ചോണ്ടിരുന്നത്. അതാ ഞാൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം പറഞ്ഞു. കുഴപ്പമില്ല, ഞാനത് പെട്ടെന്ന് അല്ല, ഞാൻ പ്ലാൻ എ പ്ലാൻ ബി എന്ന് പറഞ്ഞപ്പോ നേരത്തെ വിശ്വാസത്തിന്റെ കാര്യം മൊത്തം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് തീർന്നില്ലായിരുന്നു. അപ്പൊ അത് അങ്ങനെ ചാടി വന്നു. അല്ല, അത് നല്ല കാര്യം കൂടിയാണല്ലോ. അത് നമ്മുടെ അപ്പൊ LLB ആണ്. LLB ആയിരുന്നു. ഇതില്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതി എവിടെയെങ്കിലും കോർട്ടിലൊക്കെ ഒന്നുമില്ല, ജോലി ആയിരിക്കാം, എന്ത് അങ്ങനെ ആയിപ്പോയനെ. ഏത് ടൈപ്പ് ഓഫ് പാട്ടുകൾ കൂടുതൽ കേൾക്കാനാണ് ഇഷ്ടം? ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ആകുമ്പോൾ പല ആൾക്കാരും പല ജോണറിലെ പാട്ടുകളായിരിക്കും കേൾക്കുക. അപ്പം എനിക്ക് ആക്ച്വലി മൂഡ് ഓഫ് ആവുന്ന സമയത്ത് പാട്ട് കേൾക്കാൻ തോന്നാറില്ല. അങ്ങനെയുണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ ഒന്നും അപ്പൊ ആ സമയത്ത് മൂഡ് ഓഫ് ആവുക എന്നുള്ളത് ആക്ച്വലി എനിക്ക് വളരെ ഒരു കുറച്ച് നേരത്തേക്ക് നടക്കുന്ന ഒരു സംഭവമാണ്. വളരെ നല്ല കാര്യം. എനിക്കങ്ങനെ ഞാൻ മൂഡ് ഓഫ് ആയി ഞാൻ അതിലിങ്ങനെ ഇരിക്കുന്ന ആളല്ല. പക്ഷെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്ത സമയത്ത് പാട്ട് കേട്ടിട്ട് മൂഡ് ഓഫ് ആയിരിക്കാറുണ്ട്. അത് വേറൊരു മൂഡ് ഓഫ് ആണ്, നമ്മുടെ ആ പാട്ടിനകത്തുള്ളൊരു ഇതാണ്. അങ്ങനെ അത് മൂഡ് ഓഫ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതാണ് ഓൺ, എന്നെ ഓണാക്കുന്ന പരിപാടി അതാണ്. പക്ഷെ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാൻ ഓഫിലായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ്. അല്ലാതെ അങ്ങനെ മൂഡ് ഓഫ് ആവാറില്ല. അങ്ങനെ കുറെ വിഷമങ്ങളൊന്നും തന്നെ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ബാധിക്കാറില്ല. അതൊന്നും ഞാൻ എന്തേലൊക്കെ ചെയ്ത് സ്കിപ്പ് ചെയ്തു വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. എന്തേലും നമുക്ക് ചെയ്യാനുള്ള എന്തേലൊക്കെ വേറെ എവിടെയൊക്കെ ആയിട്ട് അതിലേക്ക് മതിയല്ലോ, അതന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ ചിലപ്പോ നമ്മൾ ഇപ്പൊ രണ്ടുപേര് ഇതാണെങ്കിൽ ഞാൻ ചിലപ്പോ അത്രയും വിഷമിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് അപ്പുറത്തെ ആള് ചിലപ്പോൾ കൗൺസിലിംഗ് ചെയ്യാറുണ്ടോ? അല്ല, വിഷമിച്ച ആൾക്കാർക്ക് അല്ല എപ്പോഴും നല്ല ഓണായിട്ടിരിക്കുന്ന ആയോണ്ട് ചോദിച്ചത്. ഇല്ല, അങ്ങനെ സ്റ്റാർ സിംഗറിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിരുന്ന നമ്മുടെ അടുത്ത് വന്നിരുന്ന അയ്യോ ഞാൻ ആ പാട്ട് ശരിയായിട്ട് പാടില്ലടോ അങ്ങനെ പറയുമ്പം അവർക്ക് നല്ല കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻ ദ സെൻസ് എന്തെങ്കിലും നല്ല രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് കുഴപ്പമില്ലടാ. എനിക്ക് അങ്ങനെ പോളിഷ് ചെയ്യാൻ അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറയും ഇനിയിപ്പോ നന്നായി പാടിയില്ല അപ്പൊ എന്താ, നന്നായി പാടുന്നുണ്ട്. അല്ല, നന്നായി പാടുന്ന ആളാണ്, നന്നായി പാടാൻ പറ്റിയില്ല, എന്ത് ചെയ്യാൻ പറ്റും, എനിക്കല്ലോ അത്യാവശ്യം നന്നായി പാടും, ഇത് പോട്ടെ, ഓക്കെ. ചിലപ്പോ അല്ല, നമ്മള് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും നമുക്കുള്ള സാധനം അത്രയും സമയം എടുത്തിട്ട് തന്നെ പോവുള്ളൂ. ഒരു ആശ്വാസം മാത്രം ഒരാളുടെ വാക്ക് കേൾക്കുന്നത്. ഗസൽസ് ഒക്കെ കേൾക്കാറില്ലേ? ഗസൽസ് ഞാൻ നന്നായി സ്കൂൾ മുതൽ കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതായത് അതിലില്ലെങ്കിൽ നമ്മളത് അറിയണമല്ലോ എന്താണ്. അപ്പൊ അവിടെ നാട്ടിലൊരു ക്ലബ് ഉണ്ടായിരുന്നു, മെഹദി ആവാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അപ്പോൾ അവിടെ കുറെ ഗസൽ ക്ലബ്ബാണെന്നാണ് പറയുക. പക്ഷെ അവിടെ ഈ ഹിന്ദി പാട്ടുകളാണ് പാടുന്നത്. റാഫി സാബിന്റെയും കിഷോർ കുമാറിന്റെ ഒക്കെ പാട്ടുകളാണ്. അവിടെ കുറച്ച് പ്രായമായ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ പാടും, തബലയും ഹാർമോണിയൊക്കെ വെച്ചിട്ട്. അത് വേറൊരു വൈബ്. അപ്പൊ പക്ഷെ അവിടെ പടത്തിലുള്ളത് മെഹദി ഹസൻ എന്ന് പറഞ്ഞൊരു സിംഗറിന്റെ ഫോട്ടോ ആണ്. മെഹദി ആവാസ് എന്നാണ് ക്ലബിന്റെ പേര്. ഞാൻ ഈ പുള്ളിയുടെ പാട്ട് ഇതുവരെ ഇവിടെ കേട്ടില്ല എന്നുള്ളത് ഞാൻ കേട്ടത്. അപ്പൊ അത് വേറൊരു ലോകമായിരുന്നു ഗസലിന്റെ. അപ്പൊ അത് കേട്ട് അതിങ്ങനെ കണ്ടമാനം കേട്ടിട്ടുണ്ട്. ചിലപ്പോ പുള്ളിയുടെ ഒരു 100 പാട്ടൊന്നും എനിക്ക് അറിയില്ലായിരിക്കും. പക്ഷെ ഒരു 10 പാട്ടാണെങ്കിൽ ആ 10 എണ്ണം ഞാൻ ഒരു 1000-10,000 പ്രാവശ്യം കേട്ട് കാണും. അങ്ങനെയാണ് അത്. അതായത് അങ്ങനെ മെഹദി സാബിനെ കുറെ കേൾക്കും. അതെപ്പോഴും എപ്പോ വേണേലും കേൾക്കാന്ന് പറഞ്ഞ പോലത്തെ ഒരു, നമ്മൾ എന്തൊക്കെ കഴിച്ചാലും വീട്ടിൽ ഒന്ന് ചോറിനെണ്ണ ഒരു പരിപാടി പോലെയാണ്. കുറെ സാധനം ഇതൊക്കെ കേൾക്കും. അങ്ങോട്ടൊക്കെ പോയാലും ലാസ്റ്റ് എടുക്കുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമാണ്. അങ്ങനെ ഒരു, പക്ഷെ അത് ഞാൻ പൊതുവെ പാടാറില്ല. കാരണം അത് വേറെ ആരും പാടുന്നത് എനിക്ക് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഇപ്പം മെഹദി സാബ് പാടിയ ഗസൽ അതേ ടൂണിൽ, ആക്ച്വലി ഇത് ഉറുദു പോയമാണല്ലോ. ഇതിൻ്റെ പോയറ്റിൻ്റെ പാട്ട് ഒരു മെഹദി സാബിൻ്റെ വേർഷൻ ആയിരിക്കും. ഇത് തന്നെ ഗുലാം അലി സാബ് പാടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഗസൽ സിംഗേഴ്സ് ഇത് പാടിയിട്ടുണ്ടാവും. ഹരിജി കുറച്ചും കൂടെ ഇതായിട്ട് പുതിയ കാലഘട്ടത്തിൽ പാടിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് മെഹദി സാബ് വൺസ് പാടിയിട്ടുള്ള ആ വെർഷൻ വേറെ എനിക്ക് കേൾക്കാൻ ഞാൻ ഓപ്റ്റ് ചെയ്യാറില്ല. ഇഷ്ടമല്ല ഇതാണെന്നൊന്നും, ഇത് കേട്ടാൽ മതി. അതുകൊണ്ട് തന്നെ അത് ഞാനും പാടാറില്ല. എന്തായാലും അങ്ങനെ പാടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട്
അത് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് പാടണ്ടെന്നുള്ള ഒരു ഇതിലാണ്. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള മീൻസ് പാടാൻ പറ്റുന്നത് എന്തെങ്കിലും പാടാം. ഹിന്ദി സോങ് പാടാം. റഫി സാബിന്റെ ഒരു പാട്ട്. चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा. चाहूंगा मैं तुझे सांझ सवेरे, देख मुझे सब है पता, सुनता है तो मन की सदा, देख मुझे सब है पता, सुनता है तू मन की सता, मितवा मेरे यार तुझको बार बार, आवाज मैं न दूंगा, आवाज मैं न दूंगा. അടിപൊളി അടിപൊളി. എനിക്കതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട, ഇതിങ്ങനെ വെറുതെ കേട്ടാൽ മതി. താങ്ക് യു. ഇപ്പൊ പഴയ പാട്ടുകൾ പാടുമ്പോഴേ, ഇപ്പോൾ ദേവരാജ മാസ്റ്ററുടെ അങ്ങനത്തെ ഒരു കമ്പോസ് ചെയ്ത പാട്ടുകളൊക്കെ പാടുമ്പോൾ കേൾക്കുമ്പോൾ മോന് ഞാൻ ആ പാട്ട് പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി, അല്ലെങ്കിൽ നന്നായിരുന്ന സെൻസ് അങ്ങനെയല്ല, ഞാൻ ആ പാട്ട് പാടി, എനിക്ക് അന്ന് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയേനെ നല്ല സംഭവം ഉള്ളൊരു പാട്ടുകളുണ്ടാവും. ഒരിക്കലും ഇല്ല. കാരണം ഭയങ്കര ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പഴയ സിംഗിങ് ഇന്നത്തെ സിംഗിങ്. അല്ല നമുക്കൊരു ആഗ്രഹം. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പാടുന്നത് കേൾക്കാൻ സുഖമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പണ്ട് പാടിയിരുന്ന ഒരു പരിപാടിയേ അല്ല ഇപ്പോൾ. കാരണം പണ്ടിട്ടിരുന്നവരുടെ എഫേർട്ടും വേറെ ആയിരുന്നു. അതിപ്പോൾ പാട്ടിനോടുള്ള ഇഷ്ടം എന്നുള്ളതിനപ്പുറത്ത് വേറെ വഴി ഉണ്ടായിരുന്നില്ല. പണ്ടിപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ഒരു സിംഗർ പോകണമെന്നുണ്ടെങ്കിൽ പല ഇപ്പൊ നമുക്ക് പല ടേക്ക് പോവാം. ഞാനിപ്പോ പ്രത്യേകിച്ച് രാവിലെ എനിക്കിപ്പോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് സാധകമൊക്കെ ചെയ്ത് വെള്ളിയൊന്നും വീഴാത്ത രീതിയിൽ തൊണ്ടേനൊക്കെ സൂക്ഷിച്ച് പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ടെക്നോളജി എനിക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് തെറ്റിയാലും അടുത്ത് എടുക്കാലോ എന്നുള്ള, മറ്റു വേറെ ഓപ്ഷൻ ഇല്ല. ആദ്യം തുടങ്ങിയാൽ തീരുന്നവരെ തെറ്റാൻ പാടില്ല. നമ്മൾ ഈ ഫ്ലോ ഉണ്ടാവണം, തൊണ്ട നന്നായിരിക്കണം, ഇടയ്ക്ക് ക്രാക്ക് വരാത്ത രീതിയിൽ തൊണ്ടനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഈ പറഞ്ഞ ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടി വരും, നേരെയാക്കേണ്ടി വരും, ഈ ഉറക്കം പ്രോപ്പർ ആവേണ്ടി വരും, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, വരുന്നതിന് മുന്നേ വാമപ്പ് ചെയ്തിട്ട് ഇതാക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ പോവാം, പക്ഷെ അത്ര എഫേർട്ടാണ്. ഒറ്റ ഇതിൽ പാടിക്കഴിഞ്ഞാൽ ഒറ്റ ഇതിൽ റെഡി ആക്കണം. അത്രയും വർക്ക് അതിന്റെ പുറത്തുണ്ട്. ഒറ്റ ഇതിൽ റെഡിയാക്കാൻ എപ്പോഴും തൊണ്ട അങ്ങനെ പാകമായി പഴുത്തിരിക്കണം. അപ്പൊ അതിനിതിങ്ങനെ രാവിക്കൊണ്ടിരുന്നിട്ടുള്ളതാണ്. അങ്ങനെ എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതിനെ പോലെ ഡെയിലി 5-6 പാട്ടിൽ SPB സാറിന് 16 പാട്ടോ എന്തോ ഒരു ദിവസം 12 പാട്ടോ 16 പാട്ടോ എന്തോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പാടിക്കൊണ്ടിരുന്ന തൊണ്ടയിൽ നിന്ന് വരുന്ന പാട്ടാണ് അത്. അല്ല അന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുന്ന ആളായിരുന്നെങ്കിൽ ചില പാട്ടുകൾ പാടിയ കൊള്ളായിരുന്നു. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. എനിക്ക് മറ്റേ ഈ പാട്ട് ഭയങ്കര ഇഷ്ടം. ബാബുക്കട ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്, കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ, നിൻ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ടതെങ്ങിനാണ്. അങ്ങനെ എത്ര പാട്ടുകളല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ സന്യാസിനി, അല്ലെങ്കിൽ ദേവദാരു പൂത്തു, നാലുപേരും കുളിരും പൂങ്കിനാവുമായി
താനേ വന്നു ശശികല മഴവില്ലിൻ തരരാര ഒരു നാളിൽ വരവായി താരരീരീരീ എൻ്റെ ഗായകൻ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാ തെളിമാനം പൂത്ത നിശീതിനിയിൽ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഒക്കെ എന്ത് നല്ല പാട്ടുകളല്ലേ, നമുക്ക് എത്ര കേട്ടാലും സിമ്പിളാണ് പക്ഷെ മനസ്സിൽ നിന്ന് പോകാത്ത. സിമ്പിളാണോ വെച്ചാൽ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ. ചില പാട്ടുകൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സിമ്പിളാണ്, പക്ഷെ പാടുമ്പോഴാണ് മനസ്സിലാവുക അതത്ര സിമ്പിൾ അല്ല എന്നുള്ളത്. പ്ലേലിസ്റ്റിലുള്ള സോങ്സ് ഏതൊക്കെയാണ്? അപ്പം ഏതൊക്കെ സോങ്സ് ആയിരിക്കും മോന്റെ പ്ലേലിസ്റ്റിൽ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്? പ്ലേലിസ്റ്റിൽ പറഞ്ഞ പോലെ മാദി സാബിന്റെ ഒരു സെറ്റ് ഓഫ് ഗസൽസ് ഉണ്ടാവും. പിന്നെ പിന്നെ അങ്ങനെ പ്ലേലിസ്റ്റിൽ സ്ഥിരമായിട്ടൊരു സാധനം ഇട്ടിട്ട് അത് കേൾക്കാന്നില്ല. അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ അത് കേട്ടാലോ തോന്നുമ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് കേൾക്കാം. പിന്നെ ജാനകിയമ്മയുടെ മലയാളം പാട്ടുകൾ അതൊക്കെ ഓരോ സമയം എപ്പോഴും ഉണ്ടാവില്ല. പിന്നെ പിന്നെ സിനിമാ പാട്ടല്ലാതെ പാട്ട് ഉണ്ടാവില്ല ചിലപ്പോൾ. ലളിതഗാനം അല്ല, ചിലപ്പോൾ ഒരു മ്യൂസിക്കാണോ അല്ല പിയാനോ എന്തെങ്കിലും ജാസ് അങ്ങനെ എന്തെങ്കിലും അത് ഒരു 1.5 മണിക്കൂറിൻ്റെ ഒക്കെ അങ്ങനെ ഉണ്ടാവില്ല. അത് ചുമ്മാ അങ്ങനെ ഇടും അങ്ങനെയൊക്കെ. അങ്ങനെ പുറത്തെ സാക്സോഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാക്സോഫോണിലുള്ള ആൽബംസ് ഒക്കെ കേൾക്കും. കെന്നി ജി അങ്ങനെയുള്ളവരുടെയൊക്കെ വെസ്റ്റേൺ. അത് ചുമ്മാ അത് കേൾക്കാൻ ഇഷ്ടമാണ്. ഇൻസ്ട്രുമെന്റ്സ് ഗിത്താർ മാത്രല്ല വായിക്കാൻ? ഗിത്താർ വായിക്കും, പിന്നെ ഹാർമോണിയം ചെറുതായിട്ട് വായിക്കും, എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് വായിക്കും. ചെറുതായിട്ടെല്ലാം. തബലൊക്കെ? തബലയും ഞാൻ മൃദംഗം വായിക്കും. ആണോ? അപ്പൊ തബല അത്ര ഒരു ഫ്ലോ ഇല്ല, മൃദംഗം വായിക്കും. നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കും. 1 മണിക്കൂർ പാട്ടുകളെ കുറിച്ചിങ്ങനെ സംസാരിച്ചങ്ങ് പോയി. നമുക്ക് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് നമ്പർ പോലത്തെ ഒരു പാട്ടും കൂടെ പാടിയിട്ട് താരതമ്യേന ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടാം. കാരണം എനിക്ക് ഫാസ്റ്റ് പാട്ട് പാടാൻ എനിക്ക് കൂടെ ആരെങ്കിലും ഒക്കെ വേണം. അതെ അതെ അതെ. എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോ കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ആളാണ് തോന്നുന്നു. അതെല്ലാരും അങ്ങനെ തന്നെ. നമ്മുടെ കൂടെ ഉള്ള വൈബ് ആകുമ്പോ ഇങ്ങനെയാണ്. അങ്ങനെ ഒരു പാട്ട് പാടാം. അതെ അതെ. കാലം സല്ലാപ കാലം உலகம் உல்லாச கோலம் இளமை ரத்தங்கள் ஊறும் ஔடலில் ஆனந்தம் தேடும் இன்றும் என்றும் இன்பமயம் தித்திக்க தித்திக்க பேசிக்கொண்டு திக்குகள் எட்டிலும் ஓடிக்கொண்டு வரவை மறந்து செலவு செய்து உயர பறந்து கொண்டாடுவோம். கட்டழகு பொன்னிருக்கு வட்டமிடும் காட்டிற்கு தொட்ட இடம் அத்தனையும் இன்பமின்று துன்பமில்லை. ராராரி எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும். கட்டழகு பொன்னிருக்கும் வட்டமிடும் பாட்டிற்கு தொட்ட இடம் அத்தனையும் இன்பமின்று துன்பமில்லை. ராராரி അടിപൊളി. അപ്പോൾ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഒരുപാട് സന്തോഷം. ഇനിയുള്ള ഓൾ അപ്കമിങ് പ്രൊജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു.